വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബീറ്റേഴ്സ് വേൾഡ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇന്ന് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത് ഒരു പാസ്തയാണ്. അപ്പോൾ ഇത് ഇറ്റാലിയൻ റെസിപ്പിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വെജിറ്റബിൾസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് കുറച്ച് വെള്ളമാണ്, പിന്നെ ബട്ടർ വേണം. ഇത് നമ്മുടെ ജാതിക്കയുടെ കുരുല്ല, അത് പൊടിച്ചെടുത്തതാണ്. പിന്നെ ഉപ്പ്, ഇത് കുരുമുളക് പൊടിയാണ്, പിന്നെ ഇത് കൂവപ്പൊടിയാണ്. ഇത് കുട്ടികൾക്ക് വളരെ നല്ലതാണ്, കുറുക്കൊക്കെ ആയിട്ട് കുറുക്കി കൊടുക്കുന്നതാണ്. അപ്പം ഇത് മൈദക്കാളൊക്കെ യൂസ് ചെയ്യാൻ നല്ലത് ഇതാണ്, കൂവപ്പൊടിയാണ്. പിന്നെ ഫ്രഷ് ക്രീമോ അല്ലെങ്കിൽ പാലോ എടുക്കാൻ പറ്റും. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പാസ്ത. പിന്നെ ഇത് നമ്മുടെ ഉണക്കമുളക് പൊടിച്ചതാണ്. പിന്നെ ഇത് വെളുത്തുള്ളി ചെറിയ ചെറിയ പീസുകളായിട്ട് എടുത്തതാട്ടോ, അല്ലാതെ അരച്ചെടുത്തതല്ല, ചെറിയ ചെറിയ പീസുകളാക്കി എടുത്തതാണ്. അപ്പോൾ ഇത്ര ഇൻഗ്രീഡിയൻസ് മാത്രം മതി, നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും നമുക്ക് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കിയാലോ. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ട്, അപ്പോൾ ഇനി ഈ വെള്ളം തിളയ്ക്കുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് മക്രോണി ആഡ് ചെയ്യാം. 2 കപ്പ് വെള്ളാട്ടോ ഞാനത് എടുത്തത്. അപ്പം ഞാൻ ഈ വെള്ളത്തിലേക്ക് കുറച്ച് ബട്ടർ ആഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ വെളിച്ചെണ്ണ ആയാലും മതി. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ പാസ്ത ഒക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ സോസ് തയ്യാറാക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം നമുക്ക് ഇച്ചിരി ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ബട്ടർ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ബട്ടർ ഇതിനകത്തേക്ക് ഇട്ട് നന്നായിട്ട് മെൽറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് 2 ടേബിൾ സ്പൂൺ ബട്ടർ ആട്ടാ. അപ്പോൾ വെള്ളം തളിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് പാസ്ത ഇട്ട് കൊടുക്കാം. ഇതിനകത്തേക്ക് നമുക്ക് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. അത് 2 അല്ലി വെളുത്തുള്ളി ആട്ടാ. കുറച്ച് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ഈ വെള്ളത്തിലേക്ക്. ഇങ്ങനെ നമുക്ക് ഇതിനകത്തേക്ക് ഫ്ലെക്സ് സീഡ് ഇട്ട് കൊടുക്കാം. അപ്പം ഇനി കൂവപ്പൊടി മിക്സ് ചെയ്തിട്ടുള്ള പാല് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചെടുക്കാം. തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതിനെ നമുക്ക് കുറുക്കിയെടുക്കണം കേട്ടോ. ഇത് ഓക്കെ ആയി വന്നിട്ടുണ്ട്, കണ്ടോ, നന്നായിട്ട് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം കൂവപ്പൊടി ഇല്ലെങ്കിൽ ഇതിനകത്തേക്ക് മൈദപ്പൊടി ഇട്ടാലും മതി കേട്ടോ. മൈദ കുട്ടികൾക്ക് നല്ലതല്ല, അതുകൊണ്ടാണ് ഇവിടെ കൂവപ്പൊടി യൂസ് ചെയ്തത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ വേവിച്ചതിൽ ഉപ്പിട്ടിട്ടുണ്ട്, മറ്റേതിൽ. അപ്പം പാസ്തയിൽ ഉപ്പിട്ട കാരണം കൊണ്ട് നമ്മൾ ഇതിനകത്ത് കുറച്ച് ഉപ്പിട്ടാൽ മതി. അപ്പം ഇതായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് വെള്ളമൊക്കെ കളഞ്ഞെടുക്കണം. അപ്പം ഇതിനകത്തേക്ക് ഇനി നമ്മൾ വെള്ളം ഊറ്റി വെച്ചാൽ പാസ്ത ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. അതിലേക്ക് ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ജാതിക്കയുടെ കുരു പൊടിച്ചത് ഇട്ട് കൊടുക്കാം. അതൊരു ഇച്ചിരി ആവാൻ പാടുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അതിൻ്റെ ടേസ്റ്റ് വരുന്നിട്ട് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല പാസ്തയ്ക്ക്. ഇളക്കി കൊടുക്കുക. ഇത് നമ്മൾ ഇട്ട് കഴിയുമ്പോൾ എന്താ പറയുക, വേവിക്കാനായിട്ടൊന്നും വെക്കേണ്ട, കഞ്ഞി തൊട്ട്. അപ്പം നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യാം, നമുക്ക് സെർവ് ചെയ്യാം. അപ്പം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ.
സൂപ്പറായിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യണേ. ഇത് ചൂടോട് കൂടിയാണ് സർവ് ചെയ്യേണ്ടത്. ചൂടാറി കഴിഞ്ഞിട്ട് കഴിച്ചാൽ അധികം ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ചൂടോട് കൂടി എല്ലാവരും കഴിക്കണം കേട്ടോ. ഉണ്ടാക്കി നോക്കണേ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.